മുൻ രാജ്യാന്തര നീന്തൽ താരം വിൽസൺ ചെറിയാൻ റെയിൽവേ സർവീസിൽ നിന്ന് ഇന്ന് വിരമിക്കുന്നു. ചെന്നൈ ICAF-ലെ സീനിയർ സ്പോർട്സ് ഓഫീസറായിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത്. 43 കൊല്ലത്തെ സർവീസ് വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നത് പോലെ കടന്നുപോയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒളിമ്പ്യൻ ഷൈനി വിൽസണാണ് ഭാര്യ. നീന്തൽക്കുളത്തിൽ നിന്ന് മെഡൽ വാരിയെടുത്ത് കുതിച്ച വിൽസൺ ചെറിയാൻ 14-ാം വയസ്സിൽ തുടങ്ങിയതാണ് വെള്ളത്തിലെ കുതിപ്പ്. ദേശീയ ഗെയിംസിൽ 11 സ്വർണങ്ങൾ. 1980 മുതൽ 1.5 പതിറ്റാണ്ട് വിൽസൺ ചെറിയാനിലൂടെ കേരളം സ്വന്തമാക്കിയ നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. 1 മിനിറ്റിൽ താഴെ 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് ഫിനിഷ് ചെയ്ത വിൽസൺ ചെറിയാൻ സ്വന്തമാക്കിയ റെക്കോർഡ് തിരുത്താൻ വർഷങ്ങൾ വേണ്ടി വന്നു. അർജുന അവാർഡ് നേടിയ ആദ്യ നീന്തൽ താരമാണ്. വിൽസൺ ചെറിയാൻ്റെ ജീവിതത്തിലെ ഒരു അധ്യായത്തിന് ഇന്ന് ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. 17-ാം വയസ്സിൽ തുടങ്ങിയ 43 വർഷത്തെ റെയിൽവേ സർവീസിന് ഇന്ന് വിരാമമാകും. വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്ന വേഗത്തിൽ റെയിൽവേ സർവീസ് കടന്നുപോയെന്ന് അദ്ദേഹം പറയുന്നു. ശരിക്കും 43 വർഷം എങ്ങനെ കടന്നുപോയെന്ന് അറിയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഒരു സ്പീഡിൽ പോയി. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഒരു കുഴപ്പമില്ലാതെ റിട്ടയർ ചെയ്യാൻ പറ്റിയതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ആസ് എ സ്വിമ്മർ, പിന്നെ ആസ് എ ഓർഗനൈസർ അല്ലെങ്കിൽ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ ഞാൻ ഫുള്ളി ഹാപ്പിയാണ്. അംഗീകാരങ്ങൾക്ക് പിന്നാലെ ഓടാതിരുന്ന വിൽസൺ ചെറിയാൻ എന്നും ജീവിതത്തിൽ താങ്ങായിരുന്നുവെന്ന് ഭാര്യ ഒളിമ്പ്യൻ ഷൈനി വിൽസൺ. 43 years സർവീസ്, അത് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഇത്രയും വർഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്പോർട്സ് ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിനോട് നന്ദി. ചെന്നൈ പളനിസ്വാമി ഇൻഡോർ സ്റ്റേഡിയത്തിലെ യാത്രയയപ്പ് ചടങ്ങിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മുൻ ദേശീയ താരങ്ങളും പരിപാടിയിലെത്തി. നടി കാവ്യ മാധവനും വേദിയിലെത്തി വിൽസൺ ചെറിയാനെ അനുമോദിച്ചു. 24 ചെന്നൈ.